മുംബൈ പവായിൽ കുട്ടികളെ ബന്ദികളാക്കി അക്രമി പോലീസ് കൊല്ലപ്പെട്ടു. കുട്ടികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് വെടിവയ്പ്പിലാണ് യൂട്യൂബറായ രോഹിത് ആര്യ കൊല്ലപ്പെട്ടത്. രോഹിത് എയർ ഗൺ ഉപയോഗിച്ച് പോലീസിന് നേരെ വെടിയുതിർത്തതായും തുടർന്ന് തിരിച്ച് 2 റൗണ്ട് വെടിയുതിർക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. അഭിനയം പഠിപ്പിക്കുന്ന RA സ്റ്റുഡിയോയിലാണ് 17 കുട്ടികളെ ബന്ദികളാക്കിയത്. കുട്ടികളെ ബന്ദികളാക്കാനുള്ള കാരണം വ്യക്തമല്ല. ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ ഓഡീഷൻ എന്നു പറഞ്ഞാണ് കുട്ടികളെ വിളിപ്പിച്ചത്. 100 കുട്ടികൾ പങ്കെടുത്ത ഓഡീഷനിൽ നിന്ന് 20 കുട്ടികളെ ബന്ദികളാക്കുകയായിരുന്നു. ചില വ്യക്തികളുമായി സംസാരിക്കാൻ വേണ്ടിയാണ് കുട്ടികളെ ബന്ദികളാക്കിയതെന്നാണ് രോഹിത് പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ലഷ്കർ-ഇ-തൊയ്ബ, റെസിഡൻസ് ഫ്രണ്ട് സംഘടനകളെയും പാകിസ്ഥാൻ ഭീകരരെ സഹായിച്ച 2 നാട്ടുകാരെയും ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം. ഭീകരാക്രമണത്തിലെ അന്വേഷണം പൂർത്തിയാക്കാൻ ജമ്മു കോടതി അനുവദിച്ച കാലാവധി നവംബർ 2 അവസാനിക്കും. സെപ്റ്റംബർ 18 കേസ് പരിഗണിച്ച കോടതി വിശദ അന്വേഷണത്തിനായി 45 ദിവസത്തെ സമയം നീട്ടി നൽകുകയായിരുന്നു. ജൂണിലാണ് നാട്ടുകാരായ 2 പേരും പിടിയിലാകുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിനോടൊപ്പം ഇവരുടെ ജുഡീഷ്യൽ റിമാൻഡ് നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയും സമർപ്പിക്കും. ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിൽ 25 വിനോദസഞ്ചാരികളും ഒരു നാട്ടുകാരനും കൊല്ലപ്പെട്ടിരുന്നു. പൂരിൽ CRPF ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതികളായ 4 പേരുടെ വധശിക്ഷ റദ്ദാക്കി അലഹബാദ് ഹൈക്കോടതി. 2007 നടന്ന ആക്രമണത്തിൽ 8 CRPF ജവാന്മാർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിൽ മുഹമ്മദ് ഷെരീഫ്, സബാബുദ്ദീൻ, ഇമ്രാൻ ഷഹസാദ്, മുഹമ്മദ് ഫറൂഖ് എന്നീ 4 പേർക്ക് വധശിക്ഷയും ജംഗ് ബഹാദുറുദ്ദീൻ ജീവപര്യന്തം തടവും വിധിച്ച വിചാരണ കോടതി ഉത്തരവാണ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയത്. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തെളിവുകളിലെ അവ്യക്തതയും അന്വേഷണത്തിലെ പിഴവും കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയിലും ആഴത്തിലും വളരെയധികം ആശങ്കയുണ്ട്. പക്ഷേ അന്വേഷണത്തിലെ പിഴവ് ഒടുവിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നതിൽ കലാശിച്ചു എന്ന് കോടതി വിധിന്യായത്തിൽ കുറ്റപ്പെടുത്തി. അന്വേഷണത്തിലെ വീഴ്ചകൾ ഉചിതമായി കൈകാര്യം ചെയ്യാനും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപ്രകാരം നടപടിയെടുക്കാനും സംസ്ഥാനത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി നിർദ്ദേശിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു. ചൈനയുമായുള്ള വ്യാപാര കരാർ ധാരണയിലെത്തിയതായി അമേരിക്ക അറിയിച്ചു. ചൈനയ്ക്ക് മേലുള്ള തീരുവ 57% നിന്ന് 47% കുറയ്ക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു. അപൂർവ ഭൗമ ലോഹങ്ങളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും പിൻവലിക്കാൻ ധാരണയായി. അമേരിക്കയിലേക്കുള്ള അപൂർവ ഭൗമ ലോഹങ്ങളുടെ കയറ്റുമതിയിൽ 1 വർഷത്തേക്കുള്ള കരാറിലും ഒപ്പുവെച്ചു. ഫൈൻലൈൻ നിർമ്മാണത്തിൽ ചൈനയുടെ പങ്കുമായി ബന്ധപ്പെട്ട് ഈ വർഷം ആദ്യം അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ കുറയ്ക്കുമെന്നും ട്രംപ് അറിയിച്ചു. മയക്കുമരുന്ന് കടത്തിന് നിയന്ത്രിക്കാൻ ചൈന സാധ്യമായതെല്ലാം ചെയ്യുമെന്ന ഉറപ്പിനെ തുടർന്നാണ് അമേരിക്ക തീരുവ പിൻവലിച്ചത്. വരുന്ന ഏപ്രിലിൽ താൻ ചൈന സന്ദർശിക്കുമെന്നും അതിനുശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അമേരിക്ക സന്ദർശിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ദക്ഷിണ കൊറിയയിലെ ബുസാനിലായിരുന്നു കൂടിക്കാഴ്ച. അടച്ചിട്ട മുറിയിൽ 2 മണിക്കൂറാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടത്. ഫ്രാൻസിലെ ലുവ്രെ മ്യൂസിയത്തിലെ മോഷണത്തിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 7ആയി. പാരീസ് നഗരത്തിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. പ്രധാന പ്രതിയും പിടിയിലായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. മോഷണം പോയ ആഭരണങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. 10 കോടി വില മതിക്കുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. ഈ മാസം 19-ന് പട്ടാപ്പകലായിരുന്നു മോഷണം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് മോഷ്ടാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സുഡാനിലെ എൽ ഫാഷർ നഗരം പിടിച്ചെടുത്തതിന് പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച 1500ഓളം പേരെ വിമത സംഘടന കൂട്ടക്കൊല ചെയ്തു. അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സാണ് കൂട്ടക്കൊല നടത്തിയത്. കഴിഞ്ഞ 2.5 വർഷമായി ആഭ്യന്തര യുദ്ധത്തിൽ വലയുന്ന സുഡാനിൽ 40,000 പേർ കൊല്ലപ്പെടുകയും 12 ദശലക്ഷത്തോളം ആളുകൾ കുടിയിറക്കപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. വിമത സംഘടന
സംഘം നടത്തിവരുന്ന കൂട്ടക്കൊലകൾ, ബോംബാക്രമണം, പട്ടിണി, നിയമവിരുദ്ധ വധശിക്ഷകൾ ഇവയെല്ലാം വംശഹത്യയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ അറിയിച്ചു. ഇറാനിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖത്തിന് ഏർപ്പെടുത്തിയ ഉപരോധം അമേരിക്ക 6 മാസത്തേക്ക് മരവിപ്പിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചത്. വിഷയത്തിൽ ഇന്ത്യ അമേരിക്കയുമായി ചർച്ച നടത്തുന്നതിനിടെയാണ് അമേരിക്ക ഉപരോധത്തിൽ ഇളവ് പ്രഖ്യാപിച്ചത്. സൈനിക പ്രാധാന്യം കൂടിയുള്ള തുറമുഖമാണ് ചബഹാർ. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി. പിറവം സ്വദേശി ഇന്ദ്രജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്ദ്രജിത്തിന്റെ കുടുംബാംഗമാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. കമ്പനി അധികൃതരാണ് ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചത്. ഒക്ടോബർ 17-ന് ബെയ്റോ തുറമുഖത്തിന് സമീപം ശക്തമായ തിരമാലയിൽപ്പെട്ട ബോട്ട് മറിഞ്ഞായിരുന്നു അപകടം. ഛാട്ട് പൂജയെ കോൺഗ്രസ് അപമാനിച്ചുവെന്ന് ബീഹാറിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ തേജസ്വി രാഹുലും സൗഹൃദം നടിക്കുന്നത് ഗുണ്ടരാജ് തിരിച്ചുകൊണ്ടുവരാനാണ്. രാജ്യത്തിന്റെ ആകെ ആഘോഷമായ ഛാട്ട് പൂജയെ അപമാനിച്ചവർക്ക് വോട്ടിലൂടെ ജനം മറുപടി നൽകുമെന്നും മുസഫർപൂരിൽ മോദി പറഞ്ഞു. വോട്ടിന് വേണ്ടിയാണ് മോദി ഛാട്ട് പൂജ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വോട്ട് കിട്ടിയാൽ മോദി ഡാൻസ് കളിക്കാനും തയ്യാറാകുമെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു. ബീഹാറിലെ ആദ്യഘട്ട പ്രചരണം 5 ദിവസം ബാക്കി നിൽക്കെ രണ്ട് പക്ഷവും റാലിയിലൂടെ പ്രചാരണം ഊർജിതമാക്കുകയാണ്. आरजेडी कांग्रेस के लिए कैसी बेशर्मी से बोल रहे हैं। उनके लिए तो छठी मैया की पूजा एक ड्रामा है, नौटंकी है। ये हर उस व्यक्ति का अपमान है जो छठी मैया में श्रद्धा रखता है। और मैं जानता हूं छठ पूजा के इस अपमान को बिहार चुनाव नहीं, आने वाले सैकड़ों साल तक भूलने वाला नहीं है. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നിയമിച്ചു. അടുത്ത മാസം 24-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി നിയമന ഉത്തരവ് പുറത്തിറക്കി. നിലവിലെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് വിരമിക്കുന്നതോടെയാണ് പുതിയ നിയമനം. 2027 ഫെബ്രുവരി 9 വരെയായിരിക്കും കാലാവധി. അടുത്ത ചീഫ് ജസ്റ്റിസായി നിലവിലെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് ജസ്റ്റിസ് സൂര്യകാന്തിനെ ശുപാർശ ചെയ്തിരുന്നു. ഈ വർഷം നവംബർ 23-ന് ജസ്റ്റിസ് BR ഗവായിയുടെ കാലാവധി അവസാനിക്കുന്നതോടെ പുതിയ ചീഫ് ജസ്റ്റിസ് ചുമതലയേൽക്കും. ഇതോടെ ഹരിയാനയിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി എന്ന നേട്ടവും ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേരിനൊപ്പം ചേരും. ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തറിലെത്തി. ലോക കേരള സഭയും മലയാളം മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന മലയാളോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഖത്തർ എയർപോർട്ടിൽ ഇന്ത്യൻ അംബാസഡർ പീപ്പിൾ, ലോക കേരള സഭാംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. നോർക്ക റൂട്ട്സ് ഡയറക്ടർ CV റപ്പായി, പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം EM സുധീർ, ഖത്തർ സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ, സെക്രട്ടറി ഷംസീർ അരിക്കുളം തുടങ്ങിയവർ സന്നിധരായിരുന്നു. കോഴിക്കോട് തിരുവങ്ങൂരിൽ ദേശീയപാതയുടെ പ്രവൃത്തിയെ ചൊല്ലി ഏറ്റുമുട്ടൽ. ആക്രമണത്തിൽ DYFI കാപ്പാട് മേഖലാ പ്രസിഡന്റ് ശിവപ്രസാദിന് പരിക്കേറ്റു. കരാർ കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയർ മർദ്ദിച്ചെന്നാണ് പരാതി. കൂടുതൽ വിവരങ്ങൾ റിയാസ് KMR നൽകും. ദേശീയപാത പ്രവൃത്തി പുരോഗമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ തിരുവങ്ങൂരിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി അതിനെതിരെ പ്രതികരിച്ച DYFI നേതാവിന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. DYFI കാപ്പാട് മേഖലാ പ്രസിഡന്റ്